സംഭവം എന്നുള്ള മനസ്സിലായി. മാനാണ്, മാൻ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാം. ഈ ടൈം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ നിർത്തിയും എല്ലാം നോക്കിയാ പോകുന്നത്. കർണാടക ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. പാലം കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞു. യെസ്, അതാ കേരളത്തിൻ്റെ നന്ദിയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ കർണാടക ചെക്ക് പോസ്റ്റ് ഇവിടെ ഒരു 20 കൊടുക്കണം അല്ലേ? അവിടെ ഇപ്പോൾ ഒരു 20 റുപ്യ പാസിങ്ങിൻ്റെ കൊടുക്കണം. ഇവിടെ ശരിക്കും ഒരു കട്ടിങ്ങാണ്. ഇത് നോക്കി കണ്ട് എടുത്തിക്കില്ലേ അടി തട്ടും. കൂടുതലും മറ്റേ ലോഡുള്ള വണ്ടിയൊക്കെ ഇവിടെ നിന്നാണ് പണി കിട്ടും. അപ്പം നമ്മൾ കർണാടകയിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ശരിക്കും ഇനി നിർത്താൻ പറ്റൂല. നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ കണ്ട ഫൈൻ കിട്ടും. പിന്നെ അതും അവഗണിച്ച് ഇടയ്ക്ക് കുറേ ചങ്ങന്മാർ കൂടുതൽ നമ്മളെ മലയാളീസ് അങ്ങനെ നിർത്തൽ കുറവാണ്. വണ്ടി കാറൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സ്ലോ ആക്കുന്നല്ല, നിർത്തൽ ഇറങ്ങൽ കുറവാണ്. ഇവർ തന്നെയാണ് കൂടുതൽ, ഈ കർണാടക ടീംസ് തന്നെയാണ് കൂടുതൽ നിർത്തി ഇറങ്ങിയിട്ട് ഓരോ പണി മേടിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ഇടയ്ക്ക് ഒരു ആനേൻ്റെ കണ്ടില്ലേ ഓടിക്കുന്നത്, അതൊക്കെ അവർ തന്നെയാണ്. നമ്മളെ ആൾക്കാർ ചെയ്യുന്നില്ല എന്നല്ല, എന്നാലും തീരെ ബോധമില്ലാത്ത അവിടുന്ന് വരുന്ന ടീംസാണ്. ബോധമില്ലാത്തതെന്ന് വെച്ചാൽ അവർക്ക് നമ്മളിവിടുത്തെ പോലെ കേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്കെന്ത് ചെയ്യും. മൊത്തം ഉണങ്ങിപ്പോയില്ലേ? പിന്നെയും കൂടുതലാണ്. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ നല്ല കേട്ടോ, പച്ചപ്പുള്ളപ്പാണ് രസം. ഇന്ന് മറ്റേ റൂട്ട് പോലെ ആയി പോവാം, മസനഗുഡി വഴി കൂട്ടി. സംഭവം ആ ട്രോളൊക്കെ വരുന്നതിൻ്റെ മുമ്പേ നമ്മൾ ആ റൂട്ടൊക്കെ പോയി മടുത്തേം കൊണ്ട് നമ്മളാ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിരിയാ വരിക. പക്ഷെ ഇപ്പോൾ എല്ലാവരും പോയി ഇപ്പം മൃഗങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും ആൾക്കാർ കൂടിയിട്ടാണ് തോന്നുന്നില്ലേ? മൃഗങ്ങളൊന്നും അധികം പുറത്ത് കാണില്ല. ഹമ്പ് ഇനി നമ്മൾ ഇത് ഏകദേശം കഴിയുന്ന വരെ ഇങ്ങനെ ഹമ്പുകളുണ്ട്. ശരിക്കും ഞാനൊക്കെ ഡ്രൈവിങ് ലൈസൻസ് എടുത്തിട്ട് ഒന്നുകൂടെ എയിമാക്കാൻ ഈ റൂട്ടാണ് വന്നത്. കാരണം ഇതൊരു വട്ടം നമ്മൾ പാസ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേനും നമ്മൾ ഏകദേശം എയിമാവും. കാരണം സ്ലോ ചെയ്ത് പിന്നെ അടുത്ത ഹമ്പിൻ്റെ അവിടെ എത്തി, പിന്നെ സ്ലോ ചെയ്ത് എടുത്ത് അങ്ങനെ സെറ്റാവും. അടിച്ച് ഉറപ്പിച്ച് പോകാനൊന്നും പറ്റില്ല, അതുകൊണ്ട് അവർ ഇട്ടിട്ടുള്ള. നമ്മളെ കണ്ണൂർ സ്ക്വാഡൊക്കെ ആ ലാസ്റ്റത്തെ ഒരു റേസിങ് സീനൊക്കെ ഇല്ല, അവരെ ചേസ് ചെയ്ത് പിടിക്കുന്ന ഒരു ബസ് നിർത്തുന്നൊക്കെ സീനുണ്ടല്ലോ. ഇവർ ആ വണ്ടിയിൽ ടോപ്പിൽ പോകുന്ന ഒരു കട്ട് ചെയ്തെടുക്കുന്ന സീനൊക്കെ ഇല്ല, അതൊക്കെ ശരിക്കും ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നില്ല അവർ അവിടുത്തെ സ്ഥലമാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് കത്തും, അതായത് വയനാട്ടിലുള്ള ആൾക്കാർക്ക് കത്തും. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ റൂട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഒറ്റ തവണ കാണുമ്പോൾ തന്നെ സംഭവം മനസ്സിലാവും. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലാസ്റ്റത്തെ ആ സീനൊക്കെ. ഇവിടെ അല്ലേ, ഇതിപ്പോൾ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റാണ് വരുന്നത് കർണാടക. ഇവിടെയൊക്കെ അരുവിയുണ്ട് കേട്ടോ, ചെറിയ പുഴകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോൾ വറ്റി വരണ്ട് നിൽക്കുകയാണ്. ഇന്നീ കാണുന്ന പകുതി മുക്കാലും വണ്ടികൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ ഒരു റൈഡ് വന്ന് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയ ടീംസായിരിക്കും. ഞങ്ങളൊക്കെ ശരിക്കും ആഴ്ചയിൽ ഇതിലെ വരില്ല. ഇതിലെല്ലാവരും കളിയാക്കില്ല, ഞങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് വെച്ചിട്ട്. ഒന്നുമില്ല, ഇതിലിങ്ങനെ കയറി അപ്പുറത്തോട് കൂടല്ലൂർ കൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ തിരിച്ചു വരും. ഫ്രീ റൈഡും അതിൻ്റെ ഒപ്പം എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണും, അതൊക്കെ തന്നെ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് അവിടെ പോയി ഇടയ്ക്ക് ഒരു ചായ കുടിക്കും. പിന്നെ നമ്മളെ തിരിച്ച് ബത്തേരി എത്തിയിട്ടാണ് പിന്നെ എന്തെങ്കിലും കഴിക്കുക. ഉച്ച കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും കൂടുതൽ ഞങ്ങൾ ഇറങ്ങുന്നത്.
അപ്പം അടുത്താണ് പിന്നെ കാറൊക്കെ എടുത്തുകൊണ്ട് പിന്നെ കാറൊക്കെ എടുത്ത് വരാൻ തുടങ്ങി. അതിൻ്റെ മുമ്പ് ഫുള്ള് ബൈക്കിൽ തന്നെയായിരുന്നു. കരിഞ്ഞു കിടക്കുന്നില്ല മൊത്തം. റൂബിയെ കാഴ്ചകളിൽ തന്നെയാണ്. ഇവളെങ്ങനെ കൊണ്ടുപോയി എനിക്ക് വേറെ പണി കിട്ടി. ഞാൻ വാക്സിനേഷൻ എന്ത് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തിലാണെന്ന് തോന്നുന്നു. ഞാനിത് കൂട്ടുകാരന് ഇതേപോലെ പോയി. പൂക്കോട് വെറ്റിനറിയാണ്. അവിടുന്ന് വാക്സിനേഷനൊക്കെ അടിച്ച് തിരിച്ചു വരുമ്പോൾ ഇവളിങ്ങനെ ഇറങ്ങി ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നിൽക്കുകയാണല്ലോ ചെയ്യുക. ഫുള്ള് ഗ്ലാസ്സിലേക്ക് നോക്കിയാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാണാം, വണ്ടിക്കാർക്കൊക്കെ. അപ്പം എന്താക്കും, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ബേക്കിൽ പിടിച്ച് വരും അവളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് തന്നെ ഒരു ടീം വന്ന് ബേക്കിൻ്റെ ഒരു കുത്തം കുത്തി. പെട്ടെന്ന് സംഭവം ഫ്രണ്ടിലുള്ള വണ്ടി ബ്രേക്ക് പിടിച്ചാണ്. ഇവർ എല്ലാവരും ഇങ്ങനെ ഞാൻ ഇങ്ങനെ മിററിൽ കാണുന്നുണ്ട്. ബേക്ക് മിററിൽ നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം ഇവരിങ്ങനെ ചൂണ്ടിക്കാണിച്ചൊക്കെ വരുന്നത്. ഞാനും ഇടയ്ക്ക് അവരിങ്ങനെ നോക്കുന്നുണ്ട്, അവരിങ്ങനെ ചൂണ്ടിക്കാണിച്ച് വരുന്നതൊക്കെ. പെട്ടെന്ന് ഫ്രണ്ടിലുള്ള കാറ് ബ്രേക്ക് പിടിച്ച് ഞാൻ പിടിച്ച് എനിക്ക് നിന്ന്. പക്ഷെ ഇവർക്ക് നിന്നില്ല. ഇവർ അടുത്ത് വന്നിട്ട് ചവിട്ടിയ ഫ്രണ്ടിട്ട് ചെറുതായിട്ടൊന്നും ഇടിച്ചു. ഒന്നും പറ്റിയൊന്നുമില്ല. അവർക്ക് പറ്റി. അവരെ ബേക്കിൽ വേറെ വണ്ടി ഉണ്ടാകും, അവർക്ക് കിട്ടി പണി. അവരെ എന്തൊക്കെയൊന്നും സംസാരിക്കണ്ടായിരുന്നു. നമ്മൾ വണ്ടി എടുത്ത് പോകുന്നു. ഒന്നും പറ്റാത്തത് കൊണ്ട് അവിടെ നിർത്തിയില്ല, അവൻ്റെ അടുത്ത് പോകുന്നു. റൂബി ബിസ്ക്കറ്റ് വേണോ? കേട്ടുന്നോ റൂബി? ശരിക്കും ഈ സ്ഥലമൊക്കെ നല്ല ഇലകളൊക്കെ ഉള്ള ടൈമിലൊന്നും അടിപൊളി കേട്ടോ. നല്ല ഇവിടെയൊക്കെ കാണാൻ നിങ്ങൾക്ക് ഫുള്ള് കരിച്ചിട്ടേക്കാണ്. കാട്ടുതീ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റുകാർ തന്നെ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒരു ഇല വീണ് കത്തിക്കണ്ടെങ്കിൽ മൊത്തത്തിൽ നിന്ന് കത്തും. ഫുള്ള് കാര്യല്ലേ വണ്ടിക്ക്. കാടും കഴിയാണ്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. സാറിന് ദിവസങ്ങളാണെങ്കിൽ പെരും തിരക്കായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹമ്പ് കൊടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് അധികം സ്പീഡിലൊന്നും പോകാനില്ല. ഇങ്ങനെ മെല്ലെ മെല്ലെ തന്നെ പോകാനും പറ്റുള്ളൂ. സ്പീഡിൽ പോയിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെയൊക്കെ ശരിക്കും നല്ല മാൻകൂട്ടൊക്കെ വരുന്നുണ്ട്. വെള്ളവട്ടം വരുമ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ അധികം കാണില്ല. ഫോറസ്റ്റുകാരുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. കർഷകർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കാട്ടുതീ നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെപ്പോഴും ഡ്യൂട്ടിയിലുണ്ട്. നമ്മളിങ്ങനെ കുറേ പോകുന്നു കേട്ടോ. അവിടാണെങ്കിൽ കിടക്കാൻ തുടങ്ങി. ഇനി എവിടെയെങ്കിലും എത്തുമ്പോൾ അവൾ ചാടിയണി. നമ്മൾ ബ്രേക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ ടൗണൊക്കെ എത്തിയെന്ന് പറഞ്ഞാൽ ആൾ ചാടി എണ്ണിച്ചോളൂ. പ്രൈവറ്റ് വണ്ടികൾ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഈ പച്ചക്കറി എടുത്തു വരുന്ന വണ്ടികളായിരിക്കും ഇവിടെ. ഇപ്പം നമ്മൾ ആ ഹമ്പി അടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ പുള്ളി ചാടി എണീറ്റ് പുറത്തേക്ക് നോക്കുന്നതാണ്. ഇതൊന്നുമില്ലാന്ന് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കിടക്കും. നമ്മളപ്പോൾ ഫോറസ്റ്റ് കഴിയാനായിട്ടുണ്ട്. ശരിക്കും അവിടെയൊക്കെ ഒരു ചതുപ്പ് നിലയൊക്കെ ഉണ്ട്. അവിടെ
കുറച്ച് വെള്ളം ഉണ്ടാകാറുണ്ട്. അവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ മാന്യൊക്കെ കാണാൻ നമുക്ക്. അപ്പോൾ അതൊക്കെ ഫുള്ള് വരണ്ടു പോയി. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊന്നും ഇറങ്ങാത്തപ്പം കൊണ്ട്. നമ്മൾ ഓരോ ഹമ്പ് ചവിട്ടുമ്പോഴും നമ്മൾ ചാടിച്ചാടി എണീക്കും. കാറിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കാറിൻ്റെ രോമം എവിടെ നോക്കിയാലും ഇവിടെ രോമമായിരിക്കും. ഇത് ഞാൻ ഇനി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഭയങ്കര സീനാണ്. പിന്നെ ഞാൻ അതിനായിട്ടൊരു വാക്വം ക്ലീനറൊക്കെ മേടിച്ച് വെച്ചിരിക്കും. അതുകൊണ്ട് വലിയ സീനില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനത്തെ ഫാൻസി ബ്രീഡിനെയൊക്കെ മേടിക്കുമ്പോൾ അതും കൂടെ നമ്മൾ കണക്കാക്കണം. അത്യാവശ്യം നല്ല ഇടങ്ങാറാണ് ഇവരെ നോക്കണമെങ്കിൽ. JCB എന്താ വർക്ക് എടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞു എന്നല്ല, കഴിയാനായി. ഇതാ ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ എടുക്കണല്ലേ, തിരിച്ചു വരുമ്പോൾ ഒന്നുകൂടെ എടുക്കണം. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ വണ്ടിയൊക്കെ എടുത്തൊന്ന് മര്യാദയ്ക്ക് ഓടിക്കണേ ഇവിടെ വരണം. നമ്മുടെ നാട്ടിൽ ഫുള്ള് ക്യാമറയൊക്കെ ആയതുകൊണ്ട് വണ്ടി ശരിക്കും ഒന്ന് സ്പീഡിലൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. ഇവിടെയൊക്കെ ഫുള്ള് സീസൺ ആകുമ്പോൾ ഫുള്ള് സൂര്യാന്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം ഇതൊക്കെ എല്ലാവരും വീഡിയോ എടുക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ മെയിനായിട്ടുള്ള സ്ഥലമാണ്, സ്പോട്ടാണ്. വരുമ്പോൾ തന്നെ കാണുന്ന സ്ഥലമാണ്. ഈ സ്ഥലമൊക്കെ കംപ്ലീറ്റ് അവിടെയൊക്കെ കുറച്ച് കാണുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊക്കെ നല്ല രസമായിരിക്കും. സീസണിലൊക്കെ വന്നാൽ അങ്ങ് അറ്റം വരെ അങ്ങനെ കാണാം, മഞ്ഞ കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. റോഡിലെ ഇവിടെയൊക്കെ സീസൺ ആകുമ്പോൾ അടിപൊളി മാങ്ങ കിട്ടും കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ച് അവർ വിൽക്കും. പൈസ കൊടുത്താൽ ഉള്ളിൽ കയറി പറിക്കാനൊക്കെ സമ്മതിക്കും. പക്ഷെ നമ്മൾ അതിനൊന്നും കയറലില്ല. അടിപൊളി റോഡാണ്, അടിച്ച് പോവാം. അതെ, പശു വരുന്നുണ്ടോ എന്ന് മാത്രം ഇടയ്ക്ക് നോക്കിയാൽ മതി. ആൾക്കാരൊന്നും തട്ടിയാൽ ഇവിടെ വലിയ സീനൊന്നും ഇല്ലെന്ന് തോന്നേ. ഒരേ പശുവിനെ ആടിനെയൊക്കെ തട്ടിയാൽ തീർന്ന്. രൂപ ഇനി എന്താ കാര്യമായിട്ട് നോക്കുന്നേ? രൂപേ അവിടെ എന്തോ പുതിയ സ്ഥലമൊക്കെ ആയതുകൊണ്ടായിരിക്കും നോക്കിയിരിക്കുന്നത്. സ്വാമിമാരെ കാണാൻ ഇവിടെ മലയ്ക്ക് വന്ന്. കുടി കിടക്കാഞ്ഞ്
ക്യാബേജ് ഒക്കെ കാണാം. കൃഷി ക്യാബേജ് ആ സൈഡ് വരുന്നുണ്ട്. തണ്ണിമത്തൻ്റെ സീസൺ ആയതുകൊണ്ട് തണ്ണിമത്തൻ ഉണ്ടോ നോക്കണം ഇവിടെ എവിടെയെങ്കിലും. സാറിന് ഞങ്ങൾ വരുമ്പോൾ വിലക്കുറവുണ്ട്, ഞങ്ങൾ ഓരോ ഐറ്റംസ് ഒക്കെ മേടിച്ച് നോക്കുന്നുണ്ട്. ഇവിടെ എവിടെ നിർത്തിയിട്ടൊന്ന് ചായ കുടിക്കണമെങ്കിൽ ഇപ്പോൾ അവിടെ ഉണ്ടോ അങ്ങനെ കട. അവള് കിടന്നു. നമ്മളപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയാണ്. ഇവളെ ഇറക്കി. ഇവള് കുറച്ച് വെള്ളം കൊടുക്കണം, പിന്നെ മൂത്രം ഒഴിച്ച അവള് ഇറങ്ങി. അവിടെ എന്തോ അടി ഉണക്കുന്നേ. മതി മതി മതി. നമ്മൾ കർണാടക എത്തിയെങ്കിലും ഫുള്ള് മലയാളീസിൻ്റെ കടകൾ പോലെ കേട്ടോ ചായക്കടയൊക്കെ. ജിന്നിൻ്റെ ചായക്കട. ഇവരൊക്കെ മെയിനായിട്ട് മലയാളീസിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, കോട്ടൺ മലബാർ അവരെ ഭാഷയിൽ എഴുതിയിട്ട്. അതൊക്കെ നല്ല നീറ്റ് കട കേട്ടോ. ജിന്നിൻ്റെ ചായക്കട എന്നൊക്കെ പറഞ്ഞാൽ നല്ല നീറ്റ് ഉണ്ട്. ഇവർക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇവിടെ കാറി കയറ്റി ഇടണം. എന്നിട്ട് വേണം നമുക്ക് പോയി ചായ കുടിക്കാൻ. ഇവളെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ മൊത്തം ഇടങ്ങാറാക്കും. ആൾക്കാരെ കാണുമ്പോൾ ഓരോ വെച്ച് ചാടി കയറാൻ പോകുള്ളൂ. എന്തു അടി നോക്കണം. വണ്ടിയിലാക്കിയിട്ടുണ്ട്. AC ഇട്ട് കൊടുത്തേക്കാണ്, അതുകൊണ്ട് സീനൊന്നുമില്ല. AC ആണ്. അവിടെ അങ്ങനെ ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പോയി ചായ പിടിച്ചിട്ട് വരട്ടെ. അവിടെ ഇങ്ങനെ ഇരുന്നോളൂ. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ നേരെ ഫ്രണ്ടിൽ വരും. എൻ്റെ ഡ്രൈവിംഗ് സീറ്റും ഫ്രണ്ടുമാണ് അവളെ മെയിൻ. ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചായ പിടിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നോക്കുകയാണ്. ആളിവിടെ ഉണ്ട്. ഞങ്ങൾ വരുന്ന കണ്ടിട്ട് എണീറ്റാ. അത് സ്പ്രൈറ്റും മേടിച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. അവൾക്ക് സീൻ ഉണ്ടാവില്ലെങ്കിൽ തണുപ്പുണ്ടാവുമായിരിക്കും ഉള്ളിൽ. മാക്സിമം നമ്മൾ താഴത്ത് തന്നെയാണ് നിർത്തിയത്. സൈഡ് മാത്രമേ വെയിലുള്ളൂ. എൻ്റെ സീറ്റിലാണ് അവൾ നിൽക്കുന്നത്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ഫ്രണ്ടിൽ തന്നെ അവൾ നിൽക്കുക. എടി 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 ഇറങ്ങിപ്പോടി എൻ്റെ സീറ്റിൽ നിന്ന്. ഇതാണ് നമ്മളെ ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഇരുന്നിട്ടില്ലെങ്കിൽ ആളെ പട്ടി കയറുന്ന പറയുന്നത്. കറക്റ്റ് ഇതാണ്. ഓക്കെ, ഇവിടെ പോ, ബേക്ക് പോ. വെരി ഗുഡ്. ഇനി ഇറങ്ങണോ? എനിക്ക് ഇറങ്ങണോ? ഒന്ന് പിടിക്കണം. അതൊന്ന് ഇറക്കട്ടെ. നമ്മളപ്പോൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ചെറിയൊരു ടോൾ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഇറങ്ങിയാണ്. നമ്മളിപ്പോൾ ചായ കുടിച്ചതിൻ്റെ കുറച്ച് അപ്പുറത്തൊരു സ്ഥലമുണ്ട്. നമ്മൾ സ്ഥിരം പോക്കുള്ള ഒരു ചെറിയൊരു തടാകം പോലെയൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഒന്ന് പോകാമെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ കുറച്ചും കൂടെ നേരം കഴിയണം. നമുക്ക് സൺസെറ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ച് നേരം കൂടെ ഇങ്ങനെ വന്നതാണ്. കുറച്ചപ്പുറം പോയാലും നമുക്ക് കരിക്ക് കിട്ടും. നമുക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ നിന്നൊക്കെ സ്ഥിരം കൊടുക്കലുള്ളതാണ്. അപ്പോൾ കരിക്ക് കിട്ടിയാൽ നമുക്കും കുടിക്കാം. അവളതിൻ്റെ ഉള്ളിലത്തെയാണ് തിന്നുക. അപ്പോൾ അത് അവൾക്കും കൊടുക്കാമെന്നുള്ളൊരു കണ്ടീഷനിൽ ഇങ്ങനെ പോകുന്നതാണ്.
കുറച്ചങ്ങോട്ട് പോകണം. ഇവിടാണെങ്കിൽ ഇന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിക്കെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. കഴിക്കുമെന്ന് അറിയില്ല, ഇനിയിപ്പോൾ യാത്ര ആയതുകൊണ്ട്. അങ്ങനെ യാത്രേൻ്റെ ഇടയിൽ അവൾ അങ്ങനെ അധികം ഒന്നും കഴിക്കലില്ല, അതൊരു പ്രശ്നമാണ്. ഫയർഫോഴ്സൊക്കെ പോകുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ സീനാണെന്ന് തോന്നുന്നു. ഓബിയെ ബിസ്ക്കറ്റ് വേണം എനിക്ക്? തരാം. വെയിറ്റ് കേട്ടോ, വെയിറ്റ്. ഗുഡ് ഗേൾ, നല്ല കുട്ടിയാണോ? കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തരാം കേട്ടോ. എൻ്റെ അടുത്ത് അവൾ ഇങ്ങനെ വന്ന് ഇടങ്ങാറാക്കാറില്ല, കാരണം എന്നെ ഫുൾ ടൈം കാണുന്നതും കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും ഇടങ്ങാറാക്കില്ല. പക്ഷെ ഇടങ്ങാറാക്കാന്ന് വെച്ചാൽ സ്നേഹിക്കാൻ വരുന്നതാണ് അവള്. അപ്പോൾ ഇവനെ ഇപ്പോൾ അടുത്ത് കണ്ടത് കൊണ്ട് വീട്ടിൽ വരലുണ്ട് കേട്ടോ, അങ്ങനെ ആദ്യമായിട്ട് കാണുന്നതല്ല, എന്നാലും കാണുന്നത് കൊണ്ടാണ് അവൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്നേഹപ്രകടനമൊക്കെ. നമ്മൾ ഗുണ്ടൽപേട്ട് ടൗൺ എത്താനായി. ഇവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്ററിൻ്റെ താഴെയിട്ടുള്ളൂ. ഇന്ന് വണ്ടി നല്ല കുറവുണ്ട്, അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാകണ്ട. പിന്നെ ഇവിടെ കാണുന്ന വണ്ടികൾ മൊത്തം കേരള തന്നെയാണ്, പച്ചക്കറിക്ക് മേടിക്കാനായിട്ട് നിർത്തുന്ന വണ്ടികളാണ്. KSRTC വരുന്നുണ്ട്, അത് എവിടുന്നുണ്ടാലും ഒരു ലുക്കാണ്. സൈഡായി അവിടെ കിടക്കുന്നുണ്ട്. ഈ ലീഷ ഞാനിപ്പോൾ പുതിയ മേടിച്ചാണ്. കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അതിൽ ഞാനൊരു ചോക്ക് ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്രാസിൻ്റെ. അത് സംഭവം വീട്ടിൽ കൊണ്ടുവന്ന് ഒറ്റയിടലിൽ തന്നെ പൊട്ടി. അവരാണ് എൻ്റെ അടുത്ത് അതിന് 300 റുപ്യ മേടിച്ചത്. അപ്പോൾ ഞാനത് അവിടെ തിരിച്ചു കൊണ്ടുപോയി മാറ്റിച്ച് ഒരു സ്റ്റീലിൻ്റെ എടുത്ത്. അവിടെ സാധനങ്ങൾ തീരെ കുറവായിരുന്നു, കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം. ഷോപ്പ് ഏകദേശം അവർ കാലിയാക്കൽ ആയിട്ടുണ്ടായിരുന്നു. അവർ ഷോപ്പ് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അധികം സാധനം ഇറക്കിയിട്ടില്ല. വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സ്റ്റീലിൻ്റെ ചോക്ക് ചെയിനും എടുത്ത് ഈ ഒരു ലീഷും എടുത്ത്. ലോക്കലാണ്, തൽക്കാലം യൂസ് ചെയ്യാന്നുള്ള കണ്ടീഷനിൽ മേടിച്ചാണ്. ലോബി കുഞ്ഞെ അവള് ഉറക്കായി. വണ്ടിയിൽ പിന്നെ അവൾക്ക് സെറ്റായി. അവൾ യാത്ര ചെയ്ത് നല്ല എയിമാണ്. അവൾ സീറ്റിലൊക്കെ നിന്നോളം കറക്റ്റ്, വീഴൊന്നുമില്ല. വലിയ പെട്ടെന്ന് സഡൻ ബ്രേക്ക് കിട്ടാലേ അവൾക്ക് കൺട്രോൾ കിട്ടാത്തുള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്, പക്ഷെ CNG ഒന്നും കിട്ടലുണ്ടാവില്ല, പെട്രോൾ ഉണ്ട്. നമുക്ക് തിരിച്ചു ചെല്ലാനുള്ള അതിലുണ്ടെന്നല്ലടാ, എത്താനുള്ള ഉണ്ട് അല്ലേ? ഉണ്ട്. ഗുണ്ടൽപേട്ട ടൗണിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതെ, നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട ടൗൺ എൻട്രി ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നത്. മൈസൂരും ഇപ്പുറത്തേക്ക് നമ്മളെ മുതുമല ആ ഭാഗത്ത് ഊട്ടി റോഡ്, അതിലാണ് നമ്മൾ സാറിന് പോക്ക്. അപ്പുറത്ത് ഗുണ്ടൽപേട്ട് അല്ല ഗൂഡല്ലൂരൊക്കെ തിരിച്ച് കയറണമെങ്കിൽ അതിലേ പോകണം. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നില്ല, തിരിച്ച് ഇതിൽ തന്നെയാണ് പോകുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ ഹെൽമെറ്റും മിററും ഒന്നും വേണ്ട. കൈ തന്നെ ഒന്നിട്ട് ഒരു കൈ തന്നെ ഉള്ളൂ. സീനുമില്ലല്ലേ? ഹെൽമെറ്റും വേണ്ട, ഒന്നും വേണ്ട. ഒറ്റ
ഹെൽമെറ്റ് വന്നിൻ്റെ മേലെ ഹെൽമെറ്റ് ഇല്ല. ഹെൽമെറ്റ് കൊണ്ട് വണ്ടിയിൽ തന്നെ പകുതി സാധനങ്ങളില്ല. എഞ്ചിൻ മാത്രം ഉണ്ട് തോന്നുന്നല്ലേ പകുതി വണ്ടിയിലും. എഞ്ചിന് 2 ടയറും ഉണ്ടാവും. മിററില്ല, ഒന്നുമില്ല. അവരെ നോക്കാം. മര്യാദ നല്ല മോഡിഫൈ ചെയ്യാനുള്ള മൈൻഡൊക്കെയാണ് ഇവർക്കൊക്കെ. എങ്ങനെ കൊണ്ടുനടക്കല്ലേ വണ്ടി അപ്പോൾ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എഴുതിയും കുടിക്കണം. തിരിച്ച് ആ ചേച്ചീൻ്റെ അടുത്തേക്ക് നിർത്തും. ചേച്ചിക്ക് അവിടെ ആളില്ല, ഇപ്പുറത്ത് നിറച്ച ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ആ ചേച്ചിക്ക് കച്ചവടം കൊടുക്കാം. എന്തായാലും നമുക്ക് തിരിച്ചു തന്നെയല്ലേ പോകണ്ടേ. ഉബിയേ റൂബിയെ നമുക്ക് കരിക്കിന്നാ കരിക്കിന്നാ തിന്നോന്നും അറിയില്ല, എന്നാലും കൊടുത്തു നോക്കാം. ഓക്കെ വെള്ളം ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ കൊടുക്കാത്ത. നമ്മൾ എവിടെ ചെന്നാലും നമുക്കല്ല ഇവർക്ക് ഓരോരോ കമ്പനീസിനെ കിട്ടും. അവിടെ ചെറിയൊരു ഡോഗ് ഇവിടെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കണ്ടാൽ കടിക്കാനല്ല കളിക്കാൻ വേണ്ടിയിട്ടാണ് അവള് നോക്കുക. മതി 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 മതി. അബി no. No, sit. Good girl. അപ്പോൾ അവൾക്ക് കരിക്ക് കെട്ടിയിട്ടുണ്ട്. കൊടുത്തു നോക്കട്ടെ, കഴിക്കുമെന്ന് അറിയില്ല. വെയിറ്റ് വെയിറ്റ്, സിറ്റ് സിറ്റ്. ഓക്കെ ടേക്ക്. കഴിക്കുന്നുണ്ടോ? ഒരു പീസും കൂടെ കൊടുത്തടാ. മാറി അടിച്ചു തരും കേട്ടോ. വെയിറ്റ് 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 വെയിറ്റ്. ഓക്കെ എടുത്തോ. കരിക്ക് പിന്നെ അവൾ വീട്ടിൽ നിന്ന് കഴിക്കില്ല. വീട്ടിൽ ഇടയ്ക്ക് ഞാനിട്ട് കരിക്ക് കൊടുക്കലുണ്ട്. പിന്നെ ബേക്കറി ഐറ്റംസും അങ്ങനെ കടികളൊക്കെ കഴിക്കും കേട്ടോ. ഞാനങ്ങനെ കൊടുക്കലില്ല എന്നുള്ളൂ. അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും പിന്നെ അങ്ങനെ കൊടുക്കലില്ല. കഴിഞ്ഞോടി പെണ്ണെ. നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ഈ റൂട്ട് പാസ് ചെയ്യുന്ന അധികം ആൾക്കാരും കാണാത്തൊരു സ്ഥലമുണ്ട് ഇവിടെ. ജസ്റ്റ് കാണിച്ചു തരാം. കുറേ പേര് പോയിട്ടുണ്ടാവും, എന്നാലും കാണിച്ചു തരാം. നൈസാണ്. ഈ ഒരു ടൈമിലൊക്കെ അവിടെ ചെന്നാൽ അടിപൊളിയാണ്. നമ്മളിപ്പോൾ വന്ന റൂട്ട് തന്നെ കേട്ടോ തിരിച്ചു പോകുന്നത്. കറക്റ്റ് ടൈമാണ്. ഈ ടൈമിൽ അവിടെ ചെന്നാൽ അടിപൊളിയായിരിക്കും. സീസണൊക്കെ ആയാലും ഇവിടെയൊക്കെ കംപ്ലീറ്റ് യെല്ലോ കളറിലായിരിക്കും കേട്ടോ കാണുക.
രണ്ട് സൈഡും ഫുള്ള് സൂര്യാന്തി ആയിരിക്കും. ഫുള്ള് രണ്ട് സൈഡിലും ഫുള്ള് കേരള വണ്ടികളും ആയിരിക്കും. ആ ടൈമൊക്കെയാണ് ഇവർ മുതലാക്കുക. ഒരാൾക്ക് എത്ര 20 അങ്ങനെ ആയിട്ടല്ല അവർ മേടിക്കുക. ഞങ്ങളൊക്കെ വന്ന് പിന്നെ അങ്ങനെ കയറലൊന്നുമില്ല കേട്ടോ. നമ്മൾ വന്നപ്പോൾ കണ്ട ടോളാണ്, ടോൾ ഗേറ്റ് 60 ഉറുപ്പ്യ ഒരു വൺ സൈഡ്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 120 ഉറുപ്പ്യ പോയി. 120 ഉറുപ്പ്യ എന്ന് വെച്ചാൽ കരിക്ക് കുടിക്കാൻ വേണ്ടി പോയതാണ് സംഭവം. കരിക്കിൻ്റെ പൈസ ഇതും കൂടെ നോക്കുമ്പോൾ നഷ്ടമാണ്. കരിക്കിന് ഇത്ര ആയില്ലെന്ന് തോന്നുന്നു അല്ലേ? കരിക്കിന് എത്ര? അപ്പോൾ 2 കരിക്ക് കുടിച്ചിട്ട് 80 ഉറുപ്പ്യ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ടോള് 120 ഉറുപ്പ്യ കൊടുത്തു. വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. നമ്മൾ ചെല്ലുന്നിടത്ത് ഇനി തെരുവ് നായ്ക്കളൊന്നും ഇല്ലായിരുന്നു. എവിടെ ചെന്നാലും കിട്ടും. ഇവളാണെങ്കിൽ എല്ലാ വാട്ടക്കേസും പിടിക്കുകയും ചെയ്യും. ഇതിലെ ശരിക്കും ഈ ടൈമിലൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ, അതിപ്പോൾ കാറായാലും ബൈക്കായാലും അടിപൊളിയാണ്. ഇപ്പോൾ പ്രത്യേക വൈബാണ്. ക്ലൈമറ്റും എല്ലാം അടിപൊളിയാണ്. ബൈക്കൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ശരിക്കും ഇങ്ങനെ ആസ്വദിച്ച് പോവാം. നമ്മളെ ഒരേ മൈൻഡുള്ള കുറച്ച് ചങ്ങായിമാരും കൂടെ ഉണ്ടെങ്കിൽ നൈസാണ്. നമ്മളിപ്പോൾ തിരിഞ്ഞ് കയറുന്ന വഴി എത്താനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ റിട്ടേൺ വരുന്നത് കൊണ്ടാണ് ഈ സൈഡിൽ നിന്ന് തിരിഞ്ഞ് വരുന്നത്. അതായത് നമ്മൾ മുത്തങ്ങയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. റൈറ്റ് സൈഡാണ് വരിക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡാണ് വരുന്നത്. ഇതാണ് സ്ഥലം വരുന്നത്. റോഡ് കുറച്ചൊരു ഓഫ് റോഡ് പോലെ കേട്ടോ. കൂടിയോന്നറിയില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതിൻ്റെ ഇടയിൽ കൂടെയാണ്. പൊട്ടൻ കണ്ടിയിലോ, നല്ല പേര്. റൂബി ഇതാ കാഴ്ച കാണൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കരിക്കുടിച്ച് കയറി കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇറക്കിയപ്പോൾ ബ്രേക്ക് പിടിച്ചപ്പോൾ ചാടി എണീറ്റാ. ഫുള്ള് നോക്കുന്നുണ്ട് അവള്. ചെറിയ വഴിയാട്ടോ, ജസ്റ്റ് ഒരു വണ്ടിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ. ഇല്ല ഏതെങ്കിലും വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും സൈഡ് കൊടുക്കാൻ. ഇങ്ങനെ തന്നെ കേട്ടോ അവിടം വരെ വഴിയുള്ള. സാറിന് ഞങ്ങളിവിടെ വരുമ്പം മയിലിനെയൊക്കെ കാണലുണ്ട്. അപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ ഇതിൻ്റെ മുമ്പ് വന്നപ്പോൾ ഇത്രയ്ക്ക് സീനില്ലായിരുന്നു. നമുക്ക് കുറച്ച് അധികം ഉണ്ട്. വീഡിയോയിലാകുമ്പോൾ മനസ്സിലാവുന്നതാണ്. അത്യാവശ്യം നല്ല കുഴിയായിട്ടുണ്ട്. കട്ടർ എന്ന് പറയാൻ പറ്റില്ല, കുഴിയായിട്ടുണ്ട്. ഈ സൈഡൊക്കെ നല്ല ക്യാബേജ് കാണും. നല്ലതാണോ അറിയില്ല, ക്യാബേജ് കാണാം. ആവുന്നുള്ളൂ, ഇപ്പോൾ നട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം വരുന്നത്. നമ്മൾ കറക്റ്റ് ടൈമാണ്. കുറച്ച് വൈകി പോയോന്ന് ഡൗട്ടുണ്ട്. എന്നാലും ഏകദേശം കറക്റ്റ് ടൈം തന്നെയാണ്. നൈസ് വൈബാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാം. വൈകി പോയാൽ ഡൗട്ടുണ്ട് അല്ലേ?
നൈസ് കേട്ടോ ഇവിടെ. ഇവിടെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ അടിപൊളിയാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് കിളികളാട്ടോ. നൈസാണ്. ഒച്ചങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇതിലിങ്ങനെ അപ്പുറത്ത് വരെ പോവാട്ടോ. ഇതിലിങ്ങനെ ചുറ്റി ചുറ്റി പോവാം. അവിടെയൊക്കെ അങ്ങ് ചെമ്മരിയാടൊക്കെ ഉണ്ട്. തിരിച്ച് കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു. അത് പക്ഷേ ഇതിൽ ക്യാമറയിൽ കാണൂല, സൂം ചെയ്താലും കാണൂല. കുറച്ച് നേരത്തേക്ക് ആണെങ്കിൽ നമുക്ക് ഓക്കെ. എങ്ങോട്ടാണ് ഓടണ്ടേന്നുള്ള മനസ്സിലാവുന്നില്ല. അറിയാത്ത സ്ഥലം കൂടെ ആയതുകൊണ്ട്. ഇതിവിടെ തന്നെയുള്ള സ്ഥലമാണ്. ഇതിനൊരു പകുതി ഒരു എന്താ പറയുക ഒരു പാലമാണ്. പാലമെന്ന് പറയാൻ പറ്റില്ല, ഞാൻ കുറച്ചേ ഉള്ളൂ. അടിപൊളി വൈബാണ് ഇവിടെ. സംഭവം ഇവിടുന്ന് പോകാൻ തോന്നില്ല. അടിപൊളി വൈബാണ്. നൈസൊരു കാറ്റുണ്ട്, ചൂടുമില്ല. നമ്മൾ കടൽ തീരത്തൊക്കെ പോയിരിക്കില്ല അതേപോലെ. സംഭവം ഇവിടെയൊക്കെ മീനും കാര്യങ്ങളൊന്നുമല്ല, ഫുള്ള് വേസ്റ്റൊക്കെയാണ്. അതൊക്കെ ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും സ്മെല്ലൊന്നുമില്ല കേട്ടോ. തുണി എന്തൊക്കെയാണ് അടുത്തഞ്ഞു ഇവിടെ മെയിൻ ഇതാട്ടാ. കാലിൻ്റെ ഇടയിൽ പോയി കയറി ഇങ്ങനെ കിടക്കുമോ നമ്മളെവിടെ ഇരുന്നാലും. അപ്പോൾ ലൈറ്റ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ തിരിച്ച് കൽപ്പറ്റ തന്നെ എത്തിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ടാണ് പിന്നെ ബാക്കി വരുന്ന വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. എന്നാൽ ലൈറ്റ് പോയത് കൊണ്ട് ക്വാളിറ്റി വീഡിയോ കിട്ടുന്നില്ല, അതുകൊണ്ട് എടുക്കാതിരുന്നത്. അപ്പോൾ ആളിവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പോവാണ്, കുറച്ച് വൈകി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.